ടെലികോം മേഖലയിലെ നിയമങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ സിം കാർഡ് കിട്ടുന്നത് എളുപ്പമാകില്ല. ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 24 മുതൽ പുതിയ സിം നിയമങ്ങൾ വരുന്നു. നിങ്ങളുടെ മൊബൈൽ കണക്ഷനുകളെ ഈ മാറ്റം ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി മുതൽ സിം കാർഡ് കിട്ടുന്നത് അത്ര എളുപ്പമാകില്ല. ചിലപ്പോൾ വരുന്നത് 8ന്റെ പണിയായിരിക്കും. നിങ്ങളുടെ മൊബൈൽ കളക്ഷനുകളെ ഈ മാറ്റം ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കേന്ദ്ര സർക്കാർ ഇപ്പോഴിതാ ടെലികോം മേഖലയിലെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. രാജ്യത്ത് ഒരാൾക്ക് സ്വന്തം പേരിൽ എത്ര സിം കാർഡുകൾ സൂക്ഷിക്കാം എന്നതിലാണ് പുതിയ മാനദണ്ഡങ്ങൾ സർക്കാർ കൊണ്ടുവന്നത്. ഇനി മുതൽ പരമാവധി 9 സിം കാർഡുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നാണ് സർക്കാർ പറയുന്നത്. കൂടുതലായും തട്ടിപ്പുകൾ തടയുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുകൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഓഗസ്റ്റ് 24 മുതലാണ് പുതിയ കണക്ഷൻ എടുക്കുന്നവരിൽ ഫോട്ടോ പരിശോധന അടക്കമുള്ള കർശന നടപടികൾ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ പുതിയ മാറ്റം ഉടൻ തന്നെ സാധാരണക്കാരായ ഉപഭോക്താക്കളെ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇടയ്ക്കിടെ പുതിയ സിം കാർഡുകൾ എടുക്കുന്നവർ പഴയ കണക്ഷനുകൾ സ്വന്തം പേരിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ 8ന്റെ പണിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കർശന നിയന്ത്രണമാണ് കൊണ്ടുവന്നത്. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തം പേരിൽ ഉപയോഗിക്കാവുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണത്തിലും മൊബൈൽ കണക്ഷനുകളുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പല കേസുകളിലും പിടിക്കപ്പെടുന്നവരുടെ പക്കൽ അളവറ്റ സിം കാർഡുകൾ കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഇന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ കടുത്ത തീരുമാനം സർക്കാർ കൊണ്ടുവന്നത്. ഒരു വ്യക്തിക്ക് 9ൽ കൂടുതൽ സിം കാർഡുകൾ നൽകരുതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ജിയോ, എയർടെൽ, BSNL മുതലായ ടെലികോം സേവനദാതാക്കൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പുതിയ തീരുമാനങ്ങൾ വരുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ തന്നെ വരാം. നിലവിൽ 9 സിം കാർഡുകൾ നിങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിൽ ഈ നിയമം നിങ്ങളെയും ബാധിക്കാം. ഇന്ന് പലരും കുറഞ്ഞത് 2 കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിലെ എല്ലാവരുടെയും കണക്ഷൻ ഒരാളുടെ പേരിലാണെങ്കിൽ ഒന്ന് ജാഗ്രത പാലിക്കുന്നതും പരിശോധിക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ ഉപയോഗിക്കാത്ത പഴയ കണക്ഷനുകൾ ഇപ്പോഴും നിങ്ങളുടെ പേരിൽ തന്നെ തുടരുന്നുണ്ടെങ്കിലും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. 2026 ഓഗസ്റ്റ് 24 മുതലാണ് സർക്കാരിന്റെ പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരിക. പുതിയ സിമ്മിനായി അപേക്ഷിച്ചാൽ ഫോട്ടോ പരിശോധനാ സംവിധാനത്തിലൂടെയാണ് ഇനി കമ്പനികൾ സിം കാർഡുകൾ നൽകുക. കൂടുതൽ പരിശോധനകളും ഇതിന്റെ ഭാഗമായി നടത്തും. ആയതിനാൽ ഫോട്ടോ പരിശോധനാ സംവിധാനം തത്സമയം നടപ്പിലാക്കുന്ന രീതി നവംബർ 30-നകം കൊണ്ടുവരുമെന്നും പറയുന്നു. അപ്പോൾ തന്നെ സിം നൽകുന്നത് തടയാൻ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.